ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കനാണ്. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 1/2 കിലോ ചിക്കൻ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് പീസസ് ആണ്. അതിൽ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായി പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യമേ പുരട്ടി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു വലിയൊരു സവാള അരിഞ്ഞെടുത്തത് വേണം, പിന്നെ ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞത് വേണം, ഒരു ചെറിയൊരു കഷ്ണം പീസ് ഇഞ്ചി വേണം, ഒരു 10 മുതൽ 12 വരെ അണ്ടിപ്പരിപ്പ് എടുക്കാം, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ വേണം, പിന്നെ കുക്കിംഗ് ക്രീം വേണം, കസൂരി മേത്തി ആവശ്യത്തിന് വേണം, ഒരു വലിയ പഴുത്ത തക്കാളി, നല്ല കളറുള്ളത് നോക്കി വലിയൊരു പഴുത്ത തക്കാളി വേണം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിതിൽ കാണിക്കാൻ മറന്നുപോയതാണ്, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വേണം. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ. ഇവിടെ ഞാൻ ഈ എടുത്തിരിക്കുന്ന കുക്കിംഗ് ക്രീം നെസ്ലയുടെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഈ ബട്ടർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ തൈരോട് കൂടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തലേ ദിവസമേ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത്ര നല്ലതാണ്. അപ്പം നല്ലതുപോലെ ചിക്കൻ്റെ അകത്ത് നല്ല എരിവും ഉപ്പും എല്ലാം നമുക്ക് പിടിച്ചു കിട്ടും. അപ്പം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഇത് കുക്ക് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ഈ ഇറച്ചി പൊരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം എണ്ണ നന്നായി ചൂടായി വരാനായിട്ട് അല്പനേരം വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ എണ്ണയെല്ലാം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ഒരുപാടങ്ങ് മൊരിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒരു നിറം മാറി ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഈ ചിക്കൻ പീസസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസുകൾ ഓരോന്നായിട്ട് തിരിച്ചിടാൻ തുടങ്ങാം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വേണം നമ്മൾ ഒരു സൈഡ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഓരോരോ പീസസായിട്ട് നമുക്കിതുപോലെ തിരിച്ചിട്ട് അതിനെ വേവിച്ചെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ തിരിച്ചിട്ട ഭാഗത്ത് ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പം എല്ലാ ചിക്കൻ പീസസും നല്ലപോലെ വെന്ത് നല്ല മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ, ഒരുപാട് മുരിയണ്ട, ചെറുതായി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കിതിനെ ഈ പാത്രത്തിൽ നിന്ന് വാങ്ങാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട സൈഡും നല്ലതുപോലെ ഗോൾഡൻ കളറായി, അതിൻ്റെ മസാലയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വാങ്ങാം. അപ്പം ഇതെല്ലാം നല്ല 2 സൈഡും ഏകദേശം ഈ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വേണം നമ്മൾ ഈ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ചിക്കൻ പീസസും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആദ്യമേ നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്തത് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുകയാണ്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവാള, ഇതൊരു വലിയ സവാളയാണ്, അരിഞ്ഞത് ഞാൻ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് വഴറ്റിയെടുക്കാനാണ് പോകുന്നത്. സവാള തീരെ കനം കുറഞ്ഞത് ആയിട്ട് അരിയണമെന്നൊന്നുമില്ല. കാരണം നമ്മളിതൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സിയിൽ അരച്ചെടുക്കുന്ന ഒരു പേസ്റ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സവാള തീരെ അങ്ങ് കനം കുറച്ച് അരിയണമെന്നില്ല. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വാടണ്ട. അപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഈ സവാളയുടെ കൂടെ തന്നെ ചേർത്ത് നമുക്കതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ നമുക്കിതിൻ്റെ കൂട്ടത്തിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം.
ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 10 മുതൽ 12 വരെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു വലിയ തക്കാളിയും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. കളറുള്ള നല്ല വലിയൊരു തക്കാളി നോക്കിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് വഴറ്റി അടച്ച് വെച്ച് തക്കാളി നല്ലതുപോലെ വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടയണം. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് നമുക്കിതിനെ അടച്ചിട്ട് തക്കാളി ഒരു 3 മിനിറ്റ് വരെ നല്ലതുപോലെ വേവിച്ച് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂട് തുറന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മൂടി കൊണ്ട് അടയ്ക്കാം. അപ്പോൾ ഏകദേശം മൊത്തത്തിലൊരു 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉപയോഗിക്കുന്ന തവി തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ തക്കാളിയുടെ തൊലിയിൽ നിന്ന് തക്കാളി വിട്ട് വരുന്നൊരു പാകം വരെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് എടുത്ത് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റിയ അതേ പാനിൽ തന്നെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഈ മസാലയും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ പാൻ തിരിച്ച് അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടറിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ബട്ടറിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് ഞാനിതിപ്പോൾ വെച്ചിരിക്കുന്നത്. ആ ബട്ടർ ഒന്ന് ചെറുതായിട്ട് അലിഞ്ഞ് വരുന്ന നേരത്തിന് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഈ ബട്ടറിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ബട്ടറിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മുടെ ബട്ടർ ചിക്കന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു റെഡിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മുളക് പൊടി വളരെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാവുള്ളൂ. കാരണം മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഒത്തിരി ഉണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. മുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറിൽ മാറിക്കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ പേസ്റ്റും മുളക് പൊടിയും കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ആ ഒരു മുളക് പൊടിയും നമ്മൾ അരച്ച മിക്സും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ 1 മിനിറ്റോളം ഞാനത് എല്ലാം ഒരേപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാനുള്ള 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഈ സമയത്താണ് നമ്മളിതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇപ്പം എല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഈ പൊടികളെല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പേസ്റ്റിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കെല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസ് ചേർത്ത് ഗ്രേവിയിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതടച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മൂടി തുറന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. നിങ്ങൾക്കിവിടെ ടൊമാറ്റോ കെച്ചപ്പിന് പകരം കുറച്ച് പഞ്ചസാരയോ 1/4 ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ തേനോ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. അത് ഓപ്ഷണലാണ്. അപ്പം ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ക്രീമും കൂടെ ചേർക്കാം. ക്രീമും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് എണ്ണ തെളിയാനായിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
ഇനി ഇതിൽ അവസാനമായി ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കസൂരി മേത്തിയും കൂടാണ്. അത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ല എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞ് നമ്മുടെ ബട്ടർ ചിക്കൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നാനിൻ്റെ കൂടെയും പുലാവിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.